ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമായി നമുക്ക് ഇമാജിനറി നമ്പർ ഐയുമായി ബന്ധപ്പെട്ട ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അഥവാ ഐയുടെ പവറായിട്ട് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ വരികയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻറ്റിജർ വരികയോ ചെയ്താൽ എങ്ങനെയാണ് അതിന്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇമാജിനറി നമ്പർ ആണ്. അതിന്റെ വാല്യൂ ഐ ഈക്വൽ ടു √(-1) എന്നാണ്. അപ്പോൾ ഈ ഐയുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഒന്ന് ഐ ഈക്വൽ ടു √(-1) അഥവാ I² ഈസ് ഈക്വൽ ടു -1. രണ്ടാമത്തെ റിസൾട്ട് I³ ഈസ് ഈക്വൽ ടു -i, I⁴ ഈസ് ഈക്വൽ ടു 1. I⁴ എന്ന് പറയുമ്പോൾ I² ഇൻറ്റു I² ആണ്. അപ്പോൾ -1 ഇൻറ്റു -1 1 ആവും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഐയുടെ പവറായിട്ട് 4ന്റെ ഗുണിതങ്ങളാണെങ്കിൽ, അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും. അഥവാ ഫോർ എക്സാമ്പിൾ I⁴ ഈക്വൽ ടു 1, I⁻20 ഈക്വൽ ടു 1 എക്സെട്ര. അങ്ങനെ 4ന്റെ ഗുണിതങ്ങൾ ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി I⁴n + 1 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതത്തിനോട് കൂടി 1 റിമൈൻഡർ ആയി വന്നാൽ ഇതിന്റെ ഉത്തരം ഐ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ I⁻13. അപ്പൊ I⁻13 എന്ന് പറയുമ്പോൾ I⁴ ഇൻറ്റു 3 + 1, ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഐ ആയിരിക്കും. അതേപോലെ അടുത്ത വാല്യൂ I⁻4n + 2. 4n + 2 എന്ന് പറഞ്ഞാൽ 2 റിമൈൻഡർ ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ ഉത്തരം I² എന്നായിരിക്കും. I²ന്റെ വാല്യൂ -1 ആണ്. ഇപ്പോ I⁻14 എന്ന് പറഞ്ഞാൽ എത്രയാണ്? I⁻4 ഇൻറ്റു 3 + 2. അപ്പൊ 30 ഈക്വൽ ടു -1. ഇതേപോലെ മറ്റൊരു റിസൾട്ടാണ് I⁻4n + 3. I⁻4n + 3 എന്നാൽ I³ ആണ്, ഈക്വൽ ടു -i ആണ്. ഇപ്പോ I⁻15 എന്ന് തിരിച്ചോളൂ. I⁻15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? I⁻4 ഇൻറ്റു 3 + 3. അപ്പൊ ഇതിന്റെ ഉത്തരം -i ആണ്. ഇങ്ങനെ നമുക്ക് ഈ റിസൾട്ടുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. I⁻4n, 4n + 1, 4n + 2, 4n + 3. ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇനി നോക്കൂ, ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ I⁻100. ഇതിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് I⁻4 ഇൻറ്റു 25. അപ്പോൾ ഇത് 4ന്റെ ഗുണിതമായതുകൊണ്ട് ഇതിന്റെ വാല്യൂ എത്രയാണ്? 1. ഇനി I⁻−45. ഇപ്പോൾ നെഗറ്റീവ് പവറാണ് വന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് പവറാണ് വന്നതെങ്കിൽ നമുക്കിതിനെ ആദ്യമായിട്ട് ന്യൂമറേറ്ററിൽ 1 എഴുതിയിട്ട് I⁻45 എന്ന് എഴുതുക. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് 1/, ഈ 45 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 11, 44 ആണ്, +1. ഇതാണ് ഐന്റെ പവർ ആയിട്ട് വരിക. 4 ഇൻറ്റു 11, 44 + 1. അപ്പോൾ ഇത് എത്ര കിട്ടി? നമുക്ക് 1/i എന്ന് കിട്ടി. ഇനി ഇതിനെ ഒരു ഐ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ I/I² ഇസ് ഈക്വൽ ടു I/-1 ഈക്വൽ ടു -i എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ കൂടി പറയാം. I⁻102. അപ്പൊ ഇത് നമുക്ക് 1/I⁻102 എഴുതാം. ഈ I⁻102 നമുക്ക് 1/I⁻4 ഇൻറ്റു 25 + 2 എഴുതാം. അപ്പോൾ 1/I² ഇസ് ഈക്വൽ ടു 1/-1 ഈക്വൽ ടു ഇതിന്റെ ആൻസർ -1 ആണ്. ഇങ്ങനെ ഏത് പോസിറ്റീവ് ഇൻറ്റിജർ വന്നാലും പവറായിട്ട് നെഗറ്റീവ് ഇൻറ്റിജർ വന്നാലും നമുക്ക് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് ഇതിന് ആൻസർ എത്താം. ഇതാണ് ഒന്നാമത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ബോർഡ് എക്സാമിനേഴ്സിന് ചോദിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? ഇപ്പോ ഉദാഹരണം പറയാം. 3 + 2i മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു വെച്ചോളൂ. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 + 2i. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താ? ഈ കോംപ്ലക്സ് നമ്പറിനെ ഏത് കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 1 കിട്ടുക എന്നുള്ളതാണ്. കാരണം ഇത് 1/3 + 2i മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇതും കട്ടായിട്ട് എന്ത് ചെയ്യുള്ളൂ? ഉത്തരം 1 കിട്ടുള്ളൂ. അതാണ് മൾട്ടിപ്ലൈ ഇൻവേഴ്സ് തന്നെ. അപ്പൊ മൾട്ടിപ്ലൈ ഇൻവേഴ്സ് എന്താണ്? 1/3
3+2i ആണ്. ഈ 1/3+2i ആൻസർ ആണെങ്കിലും ഇത് A+IB ഫോമിൽ എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിനെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 - 2i. എന്താ കോൺജുഗേറ്റ് നമുക്കറിയാലോ, ഐയുടെ സിമ്പിൾ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, കോൺജുഗേറ്റ് എന്ന് പറയാം. അപ്പൊ മുകളിൽ 3 - 2i എന്ന് വരും. താഴെ നമുക്ക് 3+2i × 3 - 2i എന്താ വരിക, 3² മൈനസ് 2i the whole square എന്നാണ് വരിക. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 - 2i ഡിവൈഡഡ് ബൈ 3² is 9 minus 4i². അപ്പോ വിച്ച് ഈസ് ഈക്വൽ ടു 3 - 2i ഡിവൈഡഡ് ബൈ 9 minus 4 into i² വാല്യൂ -1 ആണ്. അപ്പൊ നമുക്കിത് 13 കിട്ടി. അപ്പൊ 3 - 2i by 13 ഇത് നമുക്ക് A+IB ഫോമിലേക്ക് മാറുമ്പോൾ 3/13 മൈനസ് 2/13i എന്നാണ് കിട്ടുക. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ A+IB ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഇൻ ദ A+IB ഫോം. അത് പല രീതിയിൽ ചോദിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ 2+i the whole cube ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് A+IB എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, A+B ഹോൾ ക്യൂബ് എന്നുള്ള ഫോർമുല നമുക്ക് അറിയണം. അപ്പൊ A+B ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ A³ + 3a² b plus 3ab² plus b³ ഇങ്ങനെ വരും. A+B ഹോൾ ക്യൂബ് A³ + 3a² b plus 3ab² plus b³. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2³ 8 ആണ്, പ്ലസ് 2² 4 ആണ്, 4 × 3 12i. ഇനി i² -1 ആയതുകൊണ്ട് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും, -6, പ്രൊഡക്റ്റ് -6 ആയിരിക്കും. -i എന്നായിരിക്കും i³ വാല്യൂ ഇപ്പൊ ഇങ്ങനെ കിട്ടുക. സോ 8 - 6 എത്ര, 2 ആണ്. 12i i കുറച്ചാൽ +11i എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. സോ ദിസ് ഈസ് ദ ഫോം A+IB. ഇനി ചിലപ്പോ A+IB തന്നെ നമുക്ക് ഇങ്ങനെ തരാം. ഇപ്പോ 7 × 1 + i7 plus i × 2 + 3i ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 + 7 × 7 49i, പിന്നെ i × 2 2i plus 2i, അതേപോലെ 3i² ഇങ്ങനെ ഇട്ടു മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 7 49 2 ആഡ് ചെയ്താൽ 51i, 3i² എന്ന് പറഞ്ഞാൽ -3 ആണ് വരിക. സോ വാട്ട് ഈസ് 7 - 3, 4 + 51i എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ, ഇപ്പോ z1 is equal to 2 + i, z2 equal to 1 - i. Express z1 z2 by z2 bar conjugate in A+IB ഫോം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇത് A+IB ഫോമിലേക്ക് മാറ്റാം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, z1 z2 മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ z1 × z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z1 z2 equal to 2 + i × 1 - i. ഇതാണ് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എത്ര ഇട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലേ 2 - 2i plus i minus i² എന്നാണ് കിട്ടുക. അപ്പോൾ 2 - i plus 1 equal to 3 - i എന്ന് വരും. ഇനി z1 z2ന്റെ പ്രൊഡക്റ്റിന് താഴെ 3 - iക്ക് താഴെ എന്ത് ചെയ്യണം, നമ്മൾ z2ന്റെ കോൺജുഗേറ്റ് എഴുതണം, അഥവാ 1 + i എഴുതണം. 1 + i എഴുതുമ്പോൾ എന്താണ്, ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 3 - i × 1 - i divided by 1 + i × 1 - i. അപ്പോ 3 × 1 3,
മൈനസ് 3i മൈനസ് ഐ പ്ലസ് ഐ സ്ക്വയർ എന്നാണ് ഉത്തരം കിട്ടുക. മുകളിൽ താഴെ അതേപോലെ 1 മൈനസ് ഐ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ ഐ സ്ക്വയർ -1 ആണ്. -1ഉം 3 ആഡ് ചെയ്താൽ 3 2 കിട്ടി. 3i മൈനസ് ഐ മൈനസ് 3i മൈനസ് ഐ മൈനസ് 4i ഡിവൈഡ് ബൈ ഇത് 2 എന്ന് വരും. ഐ സ്ക്വയർ -1 ആയതുകൊണ്ട് 1 മൈനസ് -1 2. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടി നമുക്ക് 1 മൈനസ് 2i എന്നാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ബൈ എ മൈനസ് ഐ ബി ആണെങ്കിൽ പ്രൂവ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഡിവൈഡ് ബൈ എ മൈനസ് ഐ ബി ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക. ഇനി എക്സ് പ്ലസ് ഐ വൈന്റെ കോൺജുഗേറ്റ് ചെയ്താൽ അപ്പൊ എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടും. ഇതിന്റെ കോൺജുഗേറ്റ് ചെയ്താലോ എ മൈനസ് ഐ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ഐ ബി. ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റ് എ മൈനസ് താഴത്തിന്റെ എ പ്ലസ്. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഈക്വൽ ടു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ഐ ബി ബൈ എ മൈനസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ബൈ എ പ്ലസ് ഐ ബി. അപ്പോൾ നമുക്ക് ഇത് എന്ത് കിട്ടി? എ പ്ലസ് ബി എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇങ്ങനെ ഉണ്ടാവുക. വിച്ച് ഇസ് ഈക്വൽ ടു ഇത് കിട്ടിയതാൽ 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അഥവാ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. ദിസ് ഈസ് ദ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എക്സ് മൈനസ് ഐ വൈ ഈക്വൽ ടു റൂട്ട് ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നതിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ ചെയ്ത അതേ രീതിയിലുള്ള ഒരു ചോദ്യമാണിത്. ആദ്യം തന്നെ നമുക്ക് എക്സ് മൈനസ് ഐ വൈനെ നമ്മൾ ഇതിന്റെ റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുക. റൂട്ട് ഓഫ് എ മൈനസ് ഐ ബി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സി മൈനസ് ഐ ഡി. എങ്ങനെ റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് ചെയ്താണ് എസ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഇതിന്റെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എ പ്ലസ് ഐ ബി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സി പ്ലസ് ഐ ഡി എന്ന് കിട്ടും. കോൺജുഗേറ്റ് ചെയ്തു ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ന്യൂമറേറ്റർ ഇതിന്റെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എ മൈനസ് ഐ ബി ഇൻറ്റു റൂട്ട് ഓഫ് എ പ്ലസ് ഐ ബി ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ റൂട്ട് ഓഫ് സി മൈനസ് ഐ ഡി ഇൻറ്റു റൂട്ട് ഓഫ് സി പ്ലസ് ഐ ഡി എന്നാണ് കിട്ടുക. അപ്പൊ ഇതെന്തായി മാറി? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായി. ഇത് നമുക്ക് റൂട്ട് ഓഫ് ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാവും. ഇത് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്നാവും. എന്തുകൊണ്ടാണ് പ്ലസ് വരാൻ കാരണം? ഐ ബിന്റെ ഹോൾ സ്ക്വയർ എഴുതുമ്പോൾ ഐ സ്ക്വയർ ബി സ്ക്വയർ എന്നാവും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഐ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും. അതേപോലെ തന്നെ താഴെ. ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി? ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സ്ക്വയർ ചെയ്യുന്നു, ഈ ഭാഗത്ത് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എത്ര നമുക്ക് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്താൽ റാഡിക്കൽ പോവും, താഴത്തും അതേപോലെ റാഡിക്കൽ പോവും. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇതാണ് നമുക്ക് ഷോ ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് ഐ ബൈ ദ ഹോൾ ക്യൂബ് യു പ്ലസ് ഐ വി ആണെങ്കിൽ ഷോ ദാറ്റ് യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈ ഈക്വൽ ടു 4 × സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. എന്താ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും നമുക്ക്? എസ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു ഐ വൈ പ്ലസ് 3x ഇൻറ്റു ഐ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐ വൈ ദ ഹോൾ ക്യൂബ് ആണ് യഥാർത്ഥത്തിൽ എന്ത് യു പ്ലസ് ഐ വി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? എസ് ക്യൂബ് പ്ലസ് ഐ ഇൻറ്റു 3x സ്ക്വയർ വൈ. ഐ സ്ക്വയർ വൈ സ്ക്വയർ -1 ഐ സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് 3x വൈ സ്ക്വയർ വരും, മൈനസ് ഐ വൈ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ റിയൽ പാർട്ട് എഴുതുകയാണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 3x വൈ സ്ക്വയർ എന്ന് വരും, പ്ലസ് ഐ ഇൻറ്റു ഇതിന്റെ 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ്. ഇതാണ് യു പ്ലസ് ഐ വി.
ഈക്വൽ ടു യു പ്ലസ് ഐ. നമുക്ക് ഇതിൽ നിന്ന് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ യു ഈക്വൽ ടു കിട്ടും. യു ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy² കിട്ടും. വി എന്താ കിട്ടും നമുക്ക്? 3x² മൈനസ് y³. ഇനി യു ബൈ എക്സ്, അതായത് യുവിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുക, ഇവിടെ x² കിട്ടും മൈനസ് 3y² കിട്ടും. വി ബൈ വൈ എന്ന് പറയുമ്പോഴോ ഇത് ഇവിടെ y 3x² മൈനസ് y², ഇവിടെ y കൊണ്ട് ഡിവൈഡ് y². ഇനി യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? ഇതും ഇതും കൂടി ആഡ് ചെയ്താൽ 4x², ഇതും രണ്ടും കൂടി ആഡ് ചെയ്താൽ മൈനസ് 4y². രണ്ടിൽ നിന്ന് നമ്മൾ 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ x² മൈനസ് y² എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ട പ്രോബ്ലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. നോക്കൂ, ഈ ഒരു 4 കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റ് എ പ്ലസ് ഐ ബി ആണ്. അപ്പൊ നമുക്ക് ആ തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ആരൊക്കെ? എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു ജി പ്ലസ് ഐ എച്ച് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മൾ മോഡുലസ് എടുക്കുക. രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുക. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ മോഡുലസ്, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പറുകളോ അതിലധികമോ കോംപ്ലക്സ് നമ്പറുടെയും ലാസ്റ്റ് മോഡുലസ് എന്നതാ, ഈ മോഡുലസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമ്മൾ പഠിച്ചല്ലോ മോഡ് z1 z2 എക്സെട്ര zn ഈക്വൽ ടു മോഡ് z1 ഇൻറ്റു മോഡ് z2 എക്സെട്ര മോഡ് zn. ഇങ്ങനെ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ഈ ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്താൽ മോഡ് എ പ്ലസ് ഐ ബി ഇൻറ്റു മോഡ് സി പ്ലസ് ഐ ഡി ഇൻറ്റു മോഡ് ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു മോഡ് ജി പ്ലസ് ഐ എച്ച് ഈക്വൽ ടു മോഡ് എ പ്ലസ് ഐ ബി. അങ്ങനെ മോഡുലസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ മോഡുലസിന്റെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് a² പ്ലസ് b² ഇൻറ്റു റൂട്ട് ഓഫ് c² പ്ലസ് d² ഇൻറ്റു റൂട്ട് ഓഫ് e² പ്ലസ് f² ഇൻറ്റു റൂട്ട് ഓഫ് g² പ്ലസ് h² ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a² പ്ലസ് b². ഇങ്ങനെയാണ് ഇതിന്റെ മോഡുലസ് വരിക. ഇനി രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുക. ഇവിടെ എല്ലായിടത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ കിട്ടുക? a² പ്ലസ് b² ഇൻറ്റു c² പ്ലസ് d² ഇൻറ്റു e² പ്ലസ് f² ഇൻറ്റു g² പ്ലസ് h². ഇങ്ങനെ ഫുൾ 4 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു തൊട്ട് നമുക്ക് a² പ്ലസ് b² എന്നാണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് ഷോ ചെയ്യാനുള്ളത്. ഇതാണ് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ പ്രധാനപ്പെട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് ഇതിൽ നിന്ന് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും.